ഖത്തർ തുമാമയിലെ KMCC ആസ്ഥാനത്ത് നടന്ന 10 കോടി രൂപയുടെ ദുരൂഹ കവർച്ചയുമായി ബന്ധപ്പെട്ട് സംഘടനയ്ക്കുള്ളിൽ ആഭ്യന്തര തർക്കങ്ങളും പൊട്ടിത്തെറിയും രൂക്ഷം. നാളുകളായി പുകയുന്ന വിവാദത്തിൽ നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണവുമായി സാധാരണ പ്രവർത്തകർ ചേരിതിരിഞ്ഞ് പരസ്യമായി രംഗത്തെത്തിയതോടെ സംഘടനാ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് സംഘടന കടന്നുപോകുന്നത്. 50 വർഷത്തോളമായി ഖത്തറിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ KMCCക്ക് 44,000-ഓളം അംഗങ്ങളും 15 സബ് കമ്മിറ്റികളുമാണ് ഉള്ളത്. പ്രവാസികളിൽ നിന്നുള്ള മാസവരി സംഖ്യയിലൂടെ മാത്രം പ്രതിമാസം കോടിക്കണക്കിന് രൂപയാണ് സംഘടനയുടെ ഫണ്ടിലേക്ക് എത്തുന്നത്. നാട്ടിലേക്ക് മടങ്ങുമ്പോഴോ അപകടങ്ങൾ സംഭവിക്കുമ്പോഴുള്ള അത്യാവശ്യ സഹായം മുന്നിൽ കണ്ടാണ് സാധാരണ തൊഴിലാളികൾ തങ്ങളുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്നും കൃത്യമായി വരിസംഖ്യ നൽകുന്നത്. ഒരു മാസം വരിസംഖ്യ അടയ്ക്കാൻ വൈകിയാൽ 100 തവണ ഫോൺ വിളിക്കുന്ന നേതാക്കൾ. 10 കോടി രൂപ നഷ്ടപ്പെട്ടിട്ടും മാസങ്ങളായി വായ തുറക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് പ്രവർത്തകർ ചോദിക്കുന്നത്. തുമാമ KMCC ആസ്ഥാനത്തെ ശുചിമുറിയോട് ചേർന്ന് അതീവ രഹസ്യമായി നിർമ്മിച്ച പ്രത്യേക അറയിലെ സ്റ്റീൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് കവർച്ച ചെയ്യപ്പെട്ടത്. വെൽഡിംഗ് കട്ടർ ഉപയോഗിച്ച് അലമാര തകർത്ത നിലയിലായിരുന്നു. വളരെ ചുരുക്കം ഉന്നത നേതാക്കൾക്ക് മാത്രം അറിയാവുന്ന ഈ രഹസ്യ അറയിലെ പണശേഖരം നഷ്ടപ്പെട്ട വിവരം പോലീസിനെ അറിയിക്കാതെ ഒതുക്കി തീർക്കാനാണ് നേതൃത്വം ആദ്യം ശ്രമിച്ചത്. എന്നാൽ ചില നേതാക്കൾ ചേർന്ന് പണം വകമാറ്റി വൻകിട ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകൾക്ക് കൈമാറിയെന്നും ഇത് മറച്ചുവെക്കാൻ മുതിർന്ന നേതാവിന്റെ ഒത്താശയോടെ നടത്തിയ മോഷണ നാടകമാണിതെന്നും പ്രവർത്തകർ സംശയിക്കുന്നു. നേതാക്കൾ സംശയനിഴലിലായതോടെ അണികൾ തന്നെ രഹസ്യമായ വിവരം ഖത്തർ പോലീസിന്റെ CID വിഭാഗത്തിന് ചോർത്ത് നൽകുകയായിരുന്നു. തുടർന്ന് KMCC പ്രസിഡന്റ് ഉൾപ്പെടെ 300ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. സംഭവം നടന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും മോഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും വ്യക്തമാക്കാനോ അന്വേഷണ പുരോഗതി അറിയിക്കാനോ സംഘടന തയ്യാറായിട്ടില്ല. ഇതോടെ കള്ളൻ കപ്പലിൽ തന്നെയുണ്ട് എന്ന ഉറച്ച നിലപാടിലാണ് പ്രവർത്തകർ. രാഷ്ട്രീയ എതിരാളികൾ അറിയാതിരിക്കാൻ ഇതുവരെ പാലിച്ച മൗനം ഇനി തുടരില്ലെന്നും അണികൾ വ്യക്തമാക്കുന്നു. പ്രവർത്തകർ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട്. പുറത്തുവന്ന സന്ദേശത്തിലൊന്ന് ഇവർക്ക് എന്ത് വാശിയാണ്, ഇക്കൊല്ലത്തെ കുടിശ്ശിക ഫസ്റ്റ് നമ്മൾ അടച്ചു തീർക്കണം, നമ്മൾ മണ്ഡലം അടച്ചു തീർക്കണം, നമ്മുടെ കൊയിലാണ്ടി മണ്ഡലം ഈ കുടിശ്ശിക ഒന്നുമില്ലാണ്ട് കോട്ട തികയ്ക്കണം എന്ന് പറഞ്ഞിട്ട് വിളിക്കും. 50 റിയാൽ 40 റിയാൽ അങ്ങനെ ബാലൻസ് വന്നാൽ വിളിയോട് വിളി. നമുക്ക് കോട്ട തീർക്കണം, 0 ബാലൻസ് ആക്കണം, അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം. ഈ ഒരു ശുഷ്കാന്തി ഈ കള്ളന്മാരെ പിടിക്കാൻ ഇവർ കാണിക്കാത്തത് എന്താണ്? അതാണ് എൻ്റെ ചോദ്യം. എന്താണ് കള്ളന്മാരെ പിടിക്കാത്തത്? ഈ കള്ളന്മാരെ ഇവർ തന്നെ സംരക്ഷിക്കുകയാണോ? കള്ളന്മാർ തന്നെയല്ലേ? ഹക്കും ബാത്തിലും ഇല്ലാണ്ട് കട്ടുകൊണ്ട് പോയിട്ട് ഈ പാവങ്ങളുടെ പൈസ തിന്നുന്നവൻ അവരെന്തിനാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് പ്രചരിക്കുന്ന ഒരു ഓഡിയോയിലുള്ളത്. ഇവിടുന്ന് ഒരു കളവ് നടന്നിട്ട് നിങ്ങൾക്ക് ആളെ കിട്ടുന്നില്ല, ആളെ പിടികിട്ടുന്നില്ല, പിന്നെ ആളെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരം തന്നെയാണ്. ഇതിലും വലിയ കളവുകൾ നടന്നിട്ട് അതെല്ലാം പുഷ്പം പോലെ പൊക്കി, എന്നിട്ട് നിങ്ങൾക്കൊന്നും അറിയില്ല. കള്ളൻ കപ്പലിൽ തന്നെയാണുള്ളത്. ആളെ പിടിച്ചു കൊണ്ടുപോയിട്ട് 4 എണ്ണം ചാമ്പിയാൽ ആരാണ് പൈസ അടിച്ചു മാറ്റിയത് ശരിക്കും കിട്ടില്ലേ? ആരും എന്താ മിണ്ടാതിരിക്കുന്നത് എന്നാണ് ചോദ്യം. എന്തായാലും വലിയ രീതിയിലുള്ള കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഈ കൊള്ളയെക്കുറിച്ച് ഇതുവരെയും പുറത്തുവർ പറയാതിരുന്നത് മറ്റ് രാഷ്ട്രീയ എതിരാളികൾ അതൊരു ആയുധമാക്കുമെന്ന് വിചാരിച്ചാണ്. നിലവിൽ പണം നഷ്ടപ്പെട്ടിട്ട് ഇത്രയും മാസങ്ങളായിട്ടും ഒരു തരത്തിലുള്ള നടപടിയും സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കള്ളന്മാർ കപ്പലിലാണ്, അല്ലെങ്കിൽ കള്ളന്മാരെ സംരക്ഷിക്കുകയാണ്, എന്താണ് നിലവിലെ അവസ്ഥ എന്ന കാര്യങ്ങൾ പറയണം എന്നുള്ള ആരോപണങ്ങൾ പ്രവർത്തകർ തന്നെ ഉന്നയിക്കുന്നത്.